ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു പുതിയ ദോസ്ത് വളരെ വെറൈറ്റിയായും വളരെ സ്ട്രോങ് ആയും ബോഡി അടിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എന്നാൽ ആ വീഡിയോയിലേക്ക് പോകാം. ഇത് എൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ ചേട്ടനാണ് ഈ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിനോട് ചോദിക്കാം, ചേട്ടാ ഇപ്പോൾ ഈ ബോഡി സ്ട്രോങ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യണത്? ബോഡി സ്ട്രോങ് ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പം ചെയ്യേണ്ട പരിപാടികളൊക്കെ അത് ആദ്യം ബോഡി കാത്തതിന് ശേഷം ഇവിടെ സി ചാനൽ ഇട്ട് കൊടുക്കുക. ബോഡി എന്ത് സി ചാനൽ അത് 3-1.5 ഉള്ള സി ചാനൽ ഇട്ട് കൊടുക്കുക. അപ്പം ബാക്കിലെ ബോഡി ബലപ്പെടുത്തും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ, അതുപോലെ ഇടയ്ക്ക് ഓരോ 3-1.5 ഓരോ സ്ക്വയർ പൈപ്പ് 16 അല്ലേ? ഏജാണ് 16, 3-1.5. അപ്പം ഈ 2 പൈപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ബോഡി ഒരു കാരണത്താലും ബെൻഡാവുകയാണ്. അല്ലെങ്കിൽ സാധാരണ 2-1 വർഷം കഴിയുമ്പോഴത്തേനും ബോഡി സെൻറ്റർ ബെൻഡായി സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ അങ്ങനെ ഒരു ഇത് വരികയില്ല. അതുപോലെ തന്നെ ഇതെല്ലാം സ്ട്രോങ് ആക്കി, ഫൗണ്ടേഷൻ എല്ലാം സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നത്. അതുപോലെ ബാക്കിലെ ഡോറ് ചെയ്യുന്നത് കാലമാണ്. കാലത്ത് ആംഗ്ലറിട്ട് ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷമാണ് അത് പിടിപ്പിക്കുന്നത്. ഏകദേശം എത്ര ദിവസം എടുക്കും? ഇതിപ്പം 3 സൈഡ് ഓപ്പൺ ആക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ 3 സൈഡ് ഓപ്പൺ ആക്കാൻ പറ്റും അല്ലേ? 2 സൈഡ് ഇപ്പം ഓൾറെഡി ഒരു സൈഡ് ഓപ്പൺ ആക്കാറുള്ളൂ. ഇപ്പം 3 സൈഡിലൂടെ ഓപ്പൺ ആക്കാനുള്ള സംവിധാനം. അപ്പോൾ 10 ദിവസമെങ്കിലും പിടിക്കും. 10 ദിവസം എടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ചുറ്റിന് ഫ്രെയിം ആംഗ്ലർ വെച്ച് ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളത് ബോഡി ഡോറ് പിടിക്കാൻ പോകുന്നത്. ഇതാണ് സ്ക്വയർ ട്യൂബ്. ഇതാണ് ബോഡിയുടെ അടിയിലിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ബോഡിക്ക് ബലം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് കേസ് വന്നതിന് ശേഷം ആരും ബോഡി ഇറക്കി ചെയ്യാറില്ല. അതിൻ്റെ മേളിൽ പ്ലാറ്റ്ഫോം അടിച്ച് തകടടിച്ച് വിടുകയുള്ളൂ. അതൊരു വർഷം അല്ല 6 മാസം കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ മൊത്തം കംപ്ലൈൻറ്റ് ഡാമേജ് ആയിട്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രോങ് പൈപ്പിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കട്ടിയൊക്കെ എത്രയാണ്? ഏറ്റവും 16 കേജാണ്. 16 ഏറ്റവും കൂടിയതാണ്. 16 മതി. 16 കേജാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി നല്ല സ്ട്രോങ് ആവും അല്ലേ? സ്ട്രോങ് ആവും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഏത് ലോഡ് വേണമെങ്കിൽ കയറ്റാം. അത്യാവശ്യം വെയിറ്റും കയറും. അതല്ലേ? ഈ വർഷം പാച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. വർഷം ചെയ്യണ്ട അല്ലേ? കാര്യം ജാംഗ്ലറാണ് ഇട്ട് ബോഡി ചെയ്യുന്നത്. എല്ലാവരും വരുന്ന കനം, അതായത് തകടിനേക്കാളും 16 ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ 4 ഇഞ്ച് കനമുള്ള ആംഗ്ലറാണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ദോസ്തിൻ്റെ പണി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആലുവ എറണാകുളം റൂട്ടിൽ HMT ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് HMT കമ്പനിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് കരിപ്പാശ്ശേരി മുകൾ എന്നാണ്. ഇതിൻ്റെ ഓണർമാർ ഷിഹാസ്, ഹംസ എന്നിവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.
ഈ പണിക്ക് താല്പര്യമുള്ളവർ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.